ഹരി ഓം. ഞാൻ സന്തോഷ് സരോവരൻ. പൂയം നക്ഷത്രം, നക്ഷത്രങ്ങളിലെ രാജകുമാരൻ എന്ന വിശേഷണത്തോടുകൂടിയുള്ള ഒരു നക്ഷത്രം. ഈ പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. പൂർണ്ണമായും കർക്കിടകൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പൂയം. ശനിയുടെ ദശാകാലത്താണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. ശനിയാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ. ദേവഗുരുവായ ബൃഹസ്പതി ഈ നക്ഷത്രത്തിൻ്റെ ദേവനാണ്. ദേവഗണത്തിൽ പുരുഷയോനിയോടുകൂടിയുള്ള ജനനം. ആടാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം. പ്രീതക്രോധി മതിവാൻ ദൃഷ്ടോ വാഗ്മിൻ ഹനേക ശാസ്ത്രജ്ഞ ബന്ധുനാമുപകാരി പ്രാജ്ഞോ ധനവാൻ സ്വതന്ത്രക പുഷേ. പ്രീതക്രോധി, വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്ന, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന, എല്ലാം വളരെ പെട്ടെന്നാണ് ഇവരുടെ സ്വഭാവത്തിൽ മാറി മറിഞ്ഞു വരുന്നത്. പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ സങ്കടപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ നക്ഷത്ര ജാതകരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ബന്ധുനാമുപകാരി, ബന്ധുക്കൾക്ക് ഉപകാരിയായിരിക്കും. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതെല്ലാം ഇവരുടെ ബന്ധുക്കളാണ്. സുഹൃത്തുക്കളാകാം, ഒപ്പം ജോലി ചെയ്യുന്നവരാകാം, ബന്ധുമിത്രാദികളാകാം. ഇവർക്കെല്ലാം വളരെയധികം ഉപകാരം ചെയ്യുവാനുള്ള താല്പര്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് വിദ്യാസമ്പന്നമായ കാര്യങ്ങൾ, അനേക ശാസ്ത്രജ്ഞ, അനേകം വിഷയങ്ങളിൽ നല്ല പരിജ്ഞാനം, നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രം. അതിൻ്റെ കാരണമെന്ന് പറയാനായിട്ട്, ഈ നക്ഷത്രത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ബൃഹസ്പതിയുടെ അധിപനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബൃഹസ്പതിയെ പ്രതിനിധാനം ചെയ്യുന്നത് വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. ഈ വ്യാഴൻ എന്ന് പറയുന്നത് സകല ഗുണങ്ങളുടെയും ഒരു ഗ്രഹമാണ്, സകല സൗഭാഗ്യങ്ങളുടെയും ഗ്രഹമാണ് വ്യാഴൻ. അപ്പോൾ സ്വർണം പോലുള്ള ലോഹങ്ങളുടെ കാരകനാണ് വ്യാഴൻ. അപ്പോൾ എന്തുകൊണ്ടും ആ വ്യാഴൻ ദേവനായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ അനേക ശാസ്ത്രജ്ഞ, അനേകം വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കും, നല്ല വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടി പോകുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. ഒപ്പം ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ഇവർ ഇടപെടുന്നോ, അതെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവവും കൂടി ഇവർക്കുണ്ട്. കാരണം നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം പരിശ്രമത്തിൻ്റെ ഒരു ഗ്രഹം കൂടാണ്. എത്ര തന്നെ കഷ്ടപ്പാടല്ലേ ബുദ്ധിമുട്ടിയാണേലും ഒരു കാര്യം സാധിച്ചെടുക്കാൻ അതിന് എത്ര സമയമെടുത്താണേലും ഇവരത് ആ കാര്യം പൂർണ്ണമായ രീതിയിൽ വിജയമായി തീർക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുള്ള വ്യക്തികളാണിവർ. അപ്പോൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ശനി നക്ഷത്രത്തിൻ്റെ അധിപനും വ്യാഴൻ നക്ഷത്രത്തിൻ്റെ ദേവനുമായതുകൊണ്ട് തന്നെ ആ ഗുണഗണങ്ങളെല്ലാം ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ഉണ്ടാവും. മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടുകൂടി, മറ്റുള്ളവർക്ക് വളരെ സന്തോഷം തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനും പെരുമാറാനുമെല്ലാം ഇവർക്ക് വളരെയധികം ചാതുര്യമുണ്ട്. കർക്കിടകൻ രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കർക്കിടകൻ രാശിയുടെ അധിപനായിട്ട് വരുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഈ ചന്ദ്രൻ കർക്കിടക രാശിയുടെ അധിപനായിട്ട് വരികയും ശനി ഈ നക്ഷത്രത്തിൻ്റെ ദേവനായിട്ട് വരികയും ചെയ്യുന്നത്, അതൊരു പ്രതിസന്ധി ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ജാതകത്തിൽ ഈ ചന്ദ്രനും ശനിക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദോഷത്തിലാണ്, അല്ലെങ്കിൽ ബലഹീനതയിലോ പാപയോഗത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ നക്ഷത്ര ജാതകർ എപ്പോഴും വിവിധ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന കാരണങ്ങളൊന്നുമില്ല, എപ്പോഴും അവർ അത്യധികം ചിന്താകുലരായിരിക്കും. ഏതൊരു പ്രവൃത്തിയും ഭയപ്പാടോടുകൂടിയായിരിക്കും ഇവർ കാണുന്നത്. ആത്മധൈര്യമില്ലാത്ത സ്വഭാവമായിരിക്കും ഇവർക്ക്.
നിരാശ, ഉത്കണ്ഠ, ഇതൊക്കെ ഇവർക്ക് മുൻപന്തിയിൽ നിൽക്കും. ഈ ചന്ദ്രൻ്റെയും ശനിയുടെയും കൂടെയുള്ള ഒരു സംയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫലമാണത്. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും കൂടെ ചേരുന്ന ദിവസം, ശനിയാഴ്ചയും പൂയം നക്ഷത്രവും കൂടെ ചേരുന്ന ദിവസം, ഈ ദിവസങ്ങൾ ഇവർക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നക്ഷത്ര ദിവസം ശുഭകാര്യങ്ങൾ ആരംഭിക്കാനായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉതകുന്ന പ്രവൃത്തികൾ ഏർപ്പെടാനായിട്ട് ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കേതുവിൻ്റെയും ചൊവ്വയുടെയും ആദിത്യൻ്റെയും ദശാകാലം ഈ നക്ഷത്ര ജാതകർക്ക് അത്ര ഗുണം ചെയ്യുന്ന ഒരു സമയമല്ല. ചൊവ്വ എന്ന് പറയുന്നത് 4-ാം ഭാവത്തിൻ്റെയും 10-ാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ്. കർമ്മസ്ഥാനത്തിൻ്റെയും കുടുംബസ്ഥാനത്തിൻ്റെയും ആധിപത്യമാണ് ചൊവ്വയ്ക്കുള്ളത്. അതുപോലെ തന്നെ ആദിത്യൻ്റെ ദശാകാലവും, ആദിത്യൻ ധനസ്ഥാനത്തിൻ്റെ അധിപതിയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ കാലയളവിലെല്ലാം ഇവർ നല്ല ദൈവാധീനത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ശനിയുടെ ദശാകാലത്തിലാണ് ഇവരുടെ ജനനം എന്ന് ഞാൻ പറഞ്ഞു. ശനി 19 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് ശനിയുടെ ദശാകാലം. ഇവർ ജനിച്ചതിന് ശേഷമുള്ള ഇവരുടെ ജന്മശിഷ്ടം എത്രയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ശനി ഇവരുടെ ജീവിതത്തിൽ എത്ര നാൾ ഈ ശനിയുടെ ആ ഒരു ദശാകാലം ഉണ്ടാകൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ശനിപ്രീതിക്ക് ഉതകുന്ന രീതിയിലുള്ള ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല ചാർത്തുക, അരയാലിന് പ്രദക്ഷിണം വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ശനിയുടെ ദുരിതത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഏറെക്കുറെ ബാല്യകാലം ഇവർക്ക് ഈ ശനിയുടെ കാലഘട്ടമായിരിക്കും. ശേഷം വരുന്നത് ബുധൻ്റെ ദശാകാലമാണ്. ഈ കാലഘട്ടത്തിൽ വിദ്യാസംബന്ധമായ രീതിയിലൊക്കെ ഉള്ള വളർച്ചകൾ ഉണ്ടാകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതാത് കാലഘട്ടങ്ങളിലേക്ക് ആ ഒരു ദശാകാലം മനസ്സിലാക്കി ആ ദശാകാലത്തിൻ്റെ ദോഷങ്ങൾക്ക്, ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങളിലെത്താൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. പിന്നെ ഇവരുടെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഈ പ്രതികരണ സ്വഭാവം ഇവർക്ക് കഷ്ടതകളെ വരുത്തിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വാക്ക് വളരെ സൂക്ഷിച്ച് വേണം ഇവർ ഉപയോഗിക്കാനായിട്ട്. മകം, ഉത്രം, ചിത്തിര, പോരുരുട്ടാതി ഈ നക്ഷത്രങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. അപ്പം ഈ നക്ഷത്ര ജാതകരുമായിട്ടുള്ള സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. വെള്ള, കറുപ്പ്, നീല ഈ കളറ് ഈ നക്ഷത്രക്കാരുടെ അനുകൂലമായിട്ടുള്ള നിറമാണ്. അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിലെല്ലാം പോയി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ആ ദേവിയുടെ ഒരു അനുഗ്രഹത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കാരണം കർക്കിടകൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ചന്ദ്രനാണ്. ആ ചന്ദ്രൻ്റെ ദേവതയാണ് ദുർഗ. പിന്നെ ജാതകത്തിൽ ഈ ചന്ദ്രൻ്റെ സ്ഥാനം, ചന്ദ്രൻ നിൽക്കുന്ന രാശി, ചന്ദ്രൻ്റെ ആരുമായിട്ട് യോഗം ചെയ്യുന്നു, ആരുടെ ദൃഷ്ടിയിലാണ് ചന്ദ്രനുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേയാണെങ്കിൽ ഈ ദുർഗാദേവി എന്നുള്ളത് മറ്റൊരു ദേവതയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ജാതക വിശകലനം ചെയ്തു വേണം ഈ കാര്യങ്ങളെയെല്ലാം ഒരു തീരുമാനത്തിലാക്കുവാനായിട്ട്. ഇത്തരത്തിൽ ഈ നക്ഷത്ര ജാതകരുടെ ജാതക വിശകലനമെല്ലാം നടത്തി അവർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന പക്ഷം നക്ഷത്രങ്ങളിലെ രാജകുമാരൻ എന്ന വെളിപ്പേരോടുകൂടിയ ഈ നക്ഷത്രത്തിൻ്റെ ആ എല്ലാ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതാണ്. കഠിന പരിശ്രമമാണ്, നല്ല വിദ്യാസമ്പന്നരാണ്, എത്ര
എത്ര കാര്യക്ഷമമായിട്ടും ജോലി ചെയ്യാൻ പറ്റുമോ അത്രയധികം കാര്യക്ഷമതയോടുകൂടി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. എന്നാൽ മാനസികമായിട്ടുള്ള ധൈര്യമില്ലായ്മ, എല്ലാ കാര്യത്തിലും ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കുറവ്, ഇതെല്ലാം ഇവരുടെ ഉയർച്ചയെ തടയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനെയെല്ലാം പരിഹരിക്കാനായിട്ട്, ഈ പ്രതികൂലാവസ്ഥയെല്ലാം മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവരുടെ ജാതകം പ്രകാരമുള്ള ഈ നക്ഷത്രങ്ങളുടെയൊക്കെ ഒരു ബലവും പാപത്വവും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനങ്ങളുമെല്ലാം മനസ്സിലാക്കി ഇതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന പക്ഷം ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വളരെയധികം ഉയർന്ന നിലയിൽ എത്തുന്നതാണ്. ഇതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ടാകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അവരുടെ ജാതകത്തെക്കുറിച്ച്, ആ ജാതക ചിന്തയെക്കുറിച്ച്, ജാതക വിശകലനത്തെക്കുറിച്ച് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇനിയും അടുത്ത് മറ്റൊരു നക്ഷത്ര വിശേഷവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.